മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണി അങ്ങനെ കരുണയ്ക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് ഞാൻ ആണാണ് എന്നിങ്ങനെ തെളിയിച്ചതിന് ശേഷം തിരിച്ചു വരികയാണല്ലോ. അതേസമയം അവിടെ കരുണ ഭയങ്കരമായിട്ട് സന്തോഷിക്കണേ, എൻ്റെ ഉണ്ണിയേട്ടൻ എനിക്ക് കൊട്ടാരം കെട്ടിത്തരും എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ പറയും, എടുക്കടാ തെണ്ടി മുതൽ എടുക്കുക എന്നിങ്ങനെ പറയാനിട്ട്. അതേസമയം വാർഡ്രോബ് തുറന്നിട്ട് ഉണ്ണി ഒരു ബാഗ് എടുക്കുകയാണ്. അതിലങ്ങനെ കള്ളപ്പണം ഇരിക്കും കേട്ടോ. അത് കണ്ടതും പോലീസുകാരങ്ങനെ ഉണ്ണിയെ തള്ളുകയാണ് കേട്ടോ. ഞങ്ങൾക്കറിയാടാ, ഞങ്ങൾക്കറിയും നീ ഇതാ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി, പക്ഷേ ഒരു തെളിവ് വേണമല്ലോ, ആ തെളിവിന് വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ എടുപ്പിച്ചത് എന്നിങ്ങനെ പറയണം. അതേസമയം ദുർഗയും മഞ്ജുവും കൂടിയിട്ട് ആകെ എന്താ പറ്റി സാറേ ചോദിക്കുകയാണ്. ഇതാ നിങ്ങളുടെ മോൻ എന്താ ചെയ്തതെന്നുള്ളത് ഇപ്പം നിങ്ങൾക്കറിയില്ലേ, ഇതുതന്നെയാണ് നിങ്ങളുടെ മോൻ ചെയ്തത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കാണുമ്പോൾ അവർ രണ്ടുപേരും അന്തം വിട്ട് നിലവിളിക്കുകയാണ് കേട്ടോ. അയ്യോ ഞങ്ങളുടെ മോനെ കൊണ്ടുപോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിക്കുകയാണ്. അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും കൂടി ഇങ്ങനെ കയറി വരുമ്പോഴായിരിക്കും ഉണ്ണിയെ തള്ളി പോലീസുകാർ കൊണ്ടുപോവുകയാണ് കേട്ടോ. പോലീസുകാരെ കണ്ടാൽ തന്നെ കണ്ണൻ ചോദിക്കുക, എന്താ പറ്റി സാറേ എന്താണ് എന്ന് ചോദിക്കും കേട്ടോ. തൻ്റെ അനിയനോട് പറയേ, തൻ്റെ അനിയൻ പെട്ടെന്ന് തന്നെ പണക്കാരനാകാനുള്ള ശ്രമത്തിലാണ് എന്നിങ്ങനെ പറയും. എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പോലീസുകാർ കാര്യങ്ങളെല്ലാം കണ്ണനോട് പറയണം കേട്ടോ. കണ്ണൻ എങ്ങനെയാണ് ഫൈനാൻസ് ഇതുപോലെ ഇത്രയും പണക്കാരനായവൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നുള്ളത് കഷ്ടപ്പാടിലാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവൻ അങ്ങനെയല്ല, ഇവൻ ചെയ്തിരിക്കുന്നത് ഇതാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ ഉണ്ണിയോട് ചോദിക്കുകയാണ്, എടാ നിനക്ക് എന്തിൻ്റെ കുറവായിരുന്നു, നിനക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞും അറിയാതെയും എല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ നിനക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, ഇത് എൻ്റെ കമലേശ്വരം ഫിനാൻസിനും കൂടി ഒരു പേരാണ്, അതുകൊണ്ട് നീ എന്തിനിത് ചെയ്ത് സാറേ, ഇവന് തക്കതായ ഒരു ശിക്ഷ കൊടുക്കണം, കാരണം ഇവ ഇതിൽ നിന്നെങ്കിലും പാഠം പഠിക്കണം, ഇനി ഒരു നല്ല മനുഷ്യനായിട്ട് വരട്ടെ എന്നിങ്ങനെ കണ്ണൻ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ദുർഗയും മഞ്ജുവും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ മോനെ കൊണ്ടുപോകരുത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിന്നോട് പറഞ്ഞതിനുള്ള പക നീ തീർക്കണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല, ഇവൻ ഭാര്യയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തുള്ളുമ്പോൾ ഇവന് ഉള്ള പൈസ പോരാ എന്ന് തോന്നും, അതിന് വേണ്ടിയിട്ടാണ് ഇവൻ വളഞ്ഞ വഴി കണ്ടെത്തിയത്, അത് കാരണം ഇവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം, ഇല്ലെങ്കിൽ എനിക്കും എൻ്റെ ഫൈനാൻസിനും ഇതൊരു ചീത്തപ്പേരുണ്ടാകും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പോലീസുകാർ തള്ളിയിട്ട് ഉണ്ണിയെ അടിച്ച് തള്ളി പുറത്ത് കൊണ്ടുപോയിട്ട് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് കേട്ടോ. എന്തായാലും ശരി, ഇനി അവൻ കുറച്ച് പഠിക്കട്ടെ എന്നിങ്ങനെ കണ്ണൻ പറയണം. മഹിം പറയുന്നുണ്ട്, വേണ്ട ഉണ്ണിയേട്ട എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല, അവൻ പഠിക്കട്ടെ പാഠം, അവനൊരു പാഠം പഠിക്കണം എന്നിങ്ങനെ കണ്ണൻ പറയണം കേട്ടോ. അതേസമയം വാമദേവൻ മേഘനാഥനോട് പോയിട്ട് പറയുന്നുണ്ട്, മോനെ ഇങ്ങനെയാണ് സംഗതി, ഉണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഉണ്ണിയെ നേരെ വണ്ണം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളടക്കം പെടും, അത് കാരണം എന്താ നമ്മളിനി ചെയ്യുക എന്നിങ്ങനെ ചോദിക്കണം. അതേപോലെ തന്നെ ഇന്നലെ അവൻ മഹാലക്ഷ്മിയെ ഒരുപാട് ഷോ കാണിച്ചതാണ്. മഹാലക്ഷ്മിയെ വേണ്ടി അവൻ ഇന്നലെ ഒരുപാട് ഷോ ഇറക്കി. മഹിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും, അവൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിൻ്റെ പിറ്റേ ദിവസം ചെയ്തവർക്ക് എന്തെങ്കിലും ഒരു കുരുത്തക്കേടുണ്ടാകും. അത് എത്ര പറഞ്ഞാലും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. അവൾക്ക് ദൈവിക ശക്തിയുള്ള പെണ്ണാണ് അവൾ. ആ അയ്യപ്പ വിഗ്രഹം അവളെ രക്ഷിക്കും. അവളെ ഇന്നലെ അത്രയ്ക്ക് ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് വാമദേവൻ മേഘനാഥനും കൂടി ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഉണ്ണിയെ പോലീസ് ശരിക്കും ചോദ്യം ചെയ്ത ഇതിൻ്റെ ഉറവിടം എവിടുന്നാണെന്ന് ഉണ്ണി തത്ത പറയും പോലെ പറയും. പിന്നെ നമ്മളടക്കം കുടുങ്ങും എന്നിങ്ങനെ വാമദേവൻ മേഘനാഥനോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. മേഘനാഥൻ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിങ്ങനെ നിൽക്കുക.